Good morning, sir. Yes, good morning. Yes, let us start. ആരംഭിച്ചാലോ? Let us start. Yes, sir. Okay. പിന്നെ ടീച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്, ടീച്ചർ ഉണ്ട്, പക്ഷെ ടീച്ചറിന് നമ്മുടെ HF5 ക്ലാസ് ഇന്നേ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ തീരാനുള്ളത് കുറച്ചെടുക്കാനായിട്ട് ടീച്ചർ അങ്ങനെ മാറി. ഓക്കെ, now we come to റിപ്പോർട്ടർ സ്പീച്ച്. റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ വിവിധ ടെൻസുകളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓരോ ടെൻസുകൾ വരുമ്പോൾ അത് ഏതൊക്കെ ടെൻസുകളിലേക്കാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. വീണ്ടും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ അതും കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ ഏതാണ്ട് ടെൻസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഏതാണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഓരോ ടെൻസുകൾ വരുമ്പോൾ എങ്ങോട്ട് മാറ്റണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെ ചില എക്സെപ്ഷൻസ് ഉള്ള ചില സംഗതികളുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ചില എക്സെപ്ഷൻസ് വരും. അങ്ങനെ വരുന്ന എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഇത് നോക്കുക. അങ്ങനെയുള്ള എക്സെപ്ഷനിൽ ഒരെണ്ണമാണ് നമ്മൾ ഇത് നോക്കുന്നത്. ആ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പരേറ്റീവായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുക. അത് വേണമെങ്കിൽ റിക്വസ്റ്റ് ആവാം, അത് വേണമെങ്കിൽ ഒരു അഡ്വൈസ് ഉപദേശം പോലെയാവാം, അതുമല്ലെങ്കിൽ അതൊരു കമാൻഡ് ആവാം, ഒരു ആജ്ഞാപിക്കലാവാം. അപ്പൊ ഇറ്റ് മേ ബി കമാൻഡ്, ഇറ്റ് മേ ബി എ റിക്വസ്റ്റ്, ഓർ ഇറ്റ് മേ ബി an advice. അപ്പൊ ആ രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അതെങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു വാതിലിന്റെ അരികത്തിരിക്കുകയാണ്. അപ്പൊ പറയണം ഓപ്പൺ ദ ഡോർ എന്ന് പറയണം. കാരണം ഒന്നുമില്ല, ഷീ സെറ്റ്. അകന്നിരിക്കുന്ന അമ്മ പറയുകയാണ് ഓപ്പൺ ദ ഡോർ.
അപ്പൊ അമ്മ എന്നോട് വാതിൽ തുറക്കാൻ പറഞ്ഞു എന്ന് വേറൊരാളോട് പറയുമ്പോൾ എങ്ങനെ പറയും എന്നുള്ളതാണ്. അപ്പൊ ഓപ്പൺ ദ ഡോർ, OPEN, ഓപ്പൺ എന്ന് പറയുമ്പോൾ ടെൻസ് ഏതാണ്? പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ് അവിടെ കൊടുത്തിട്ടില്ല, നമ്മൾ നേരിട്ട് പറയുകയാണ് യു ഓപ്പൺ ദ ഡോർ എന്നുള്ളതാണ്. യു എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മളോടാണ് പറഞ്ഞത്, നമുക്ക് മനസ്സിലായി. അപ്പൊ ഒരു കാര്യം ആവശ്യപ്പെട്ടു, ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞു, തുറക്കാൻ പറഞ്ഞു. അപ്പൊ അത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ മാറ്റും? അതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തുറക്കുവാൻ, ചാടുവാൻ, പറയുവാൻ, എഴുതുവാൻ എന്നെല്ലാം പറയുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ടു എന്ന് ചേർത്താൽ മതി, TO2. അപ്പൊ അതിന്റെ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് എഴുതുമ്പോൾ എന്ത് വരും? മദർ ടോൾഡ് ടു ഓപ്പൺ ദ ഡോർ. അത് നിങ്ങൾ പക്ഷെ വിചാരിക്കും OPEN എന്ന് പറയുമ്പോൾ ഓപ്പൺ പ്രസന്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് അവിടെ യു എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ യു എന്ന് വിചാരിച്ച് യു ഓപ്പൺ ആയി. അപ്പൊ യു സബ്ജക്റ്റ് ഓപ്പൺ പ്രസന്റ് ടെൻസ്. അപ്പൊ യു ഓപ്പൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള നിയമം അനുസരിച്ച് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റേണ്ടതല്ലേ എന്നൊരു വിഷയം നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇവിടെ മാറ്റാൻ പാടില്ല. എങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ? സംടൈംസ് ഇറ്റ് മേ ബി എ കമാൻഡ്, സംടൈംസ് ഇറ്റ് മേ ബി എ റിക്വസ്റ്റ്, സംടൈംസ് ഇറ്റ് മേ ബി അഡ്വൈസ്. ഒരു ഉപദേശ രൂപേണയോ അല്ലെങ്കിൽ ഒരു കമാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, അഭ്യർത്ഥനയായിട്ടോ നമ്മളോട് കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്ന സംഗതികളിൽ ടെൻസ് നോക്കേണ്ടതില്ല. ഇമ്പേറ്റീവ് മോഡലുള്ള വാചകങ്ങൾ അതിന് തൊട്ട് മുന്നിൽ ടു എന്ന് ചേർക്കുന്നത്. ബാക്കിയുള്ള ചേഞ്ചസ് വരുന്നതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. സിറ്റ് ഡൗൺ, ടീച്ചർ സെറ്റ്. ടീച്ചർ പറയാണ് ഇരിക്കൂ. അപ്പൊ ഇരിക്കൂ എന്ന് പറയുമ്പോൾ അത് കുട്ടികളോടാണ് പറയുന്നതല്ല, എല്ലാ കുട്ടികളോടും ഇരിക്കൂ, സിറ്റ് ഡൗൺ. അപ്പോ ടീച്ചർ ടോൾഡ് ടു സിറ്റ് ഡൗൺ, അല്ലെങ്കിൽ ടീച്ചർ ടോൾഡ് അസ് ടു സിറ്റ് ഡൗൺ. വെറുതെ ടു മാത്രം ചേർക്കണം. ഓക്കെ, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഒരു എക്സെപ്ഷണൽ കേസാണ്, നിയമങ്ങളൊന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള 1-2 വാചകങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർക്ക് വരാം. ഓക്കെ, ചോദ്യം ഇതാണ്. ആൻസർ, ANSWER, ആൻസർ. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ, ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3, 3. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫസ്റ്റ്, FIRST. ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാം, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇൻവെർട്ടർ കോമയുടെ പുറത്ത് ദ ടീച്ചർ said to students. Teacher said to students. ഓക്കെ, ഇനി അതിനകത്ത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചു നോക്കി. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3 ഫസ്റ്റ്. മൂന്നാമത്തെ ചോദ്യത്തിന് ആദ്യം ഉത്തരം എഴുതുക. ടീച്ചർ കുട്ടികളോട് പറയുന്ന പരീക്ഷ സമയത്ത്. അപ്പൊ നമുക്ക് പറയാം, ടീച്ചർ ഇവിടെ ഒരു നിർദ്ദേശം കൊടുക്കല്ലേ, ഗിവിംഗ് ഒരു നിർദ്ദേശം കൊടുക്കുക. അപ്പൊ ആ നിർദ്ദേശിക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വേറൊരു വേർഡ് നമുക്ക് കണ്ടുപിടിക്കാം. ടീച്ചർ ഇൻസ്ട്രക്റ്റഡ്, ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം, ഇൻസ്ട്രക്റ്റഡ്. ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് ദ സ്റ്റുഡൻസ്. ബാക്കി നിങ്ങൾ എഴുതിക്കും. ടീച്ചർ ഇൻസ്ട്രക്റ്റഡ് ദ സ്റ്റുഡൻസ്. ബാക്കി നിങ്ങൾ എഴുതിക്കും. ശ്രീജ, അതിനകത്ത് 2 ചേർക്കാൻ പറ്റുമോ? 2 കൂടി ചേർക്കുക, 2 കൂടി ചേർക്കണം. ഉത്തരം എഴുതുവാൻ. ഓക്കെ, ബാക്കിയൊക്കെ ശരിയാണ്. യെസ്, ലിൻഷ, ലിനി. ഓക്കെ, കറക്റ്റ് ആണോ ലിൻഷ?
ടീച്ചർ ഈസ് ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അപ്പോ അത് മനസ്സിലായി കാണുമ്പോൾ നമ്മള് വാൻ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു അർത്ഥം ടു റീഡ്, വായിക്കുവാൻ, ടു ജമ്പ്, ചാടുവാൻ, ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുവാൻ. ഐ ടോൾഡ് ഹർ ടു കം, അവളോട് വരുവാൻ പറയണേ, ടു കം. ടു എന്ന് പറയുന്ന വേർഡ് വെർബിന്റെ മുമ്പിൽ വരുമ്പോ വാൻ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ ശ്രീജ, കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനത്തെ വേറെ ഒന്ന് ഞാൻ പറയുന്നു. യെസ്, ഡോണ്ട്, DON apostrophe T, don't jump into, JUMP, jump into a river. Don't jump into a river. Don't jump into river. അത് ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കുക, അത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതുക. Don't jump into the river. She said to, she said to the children. She said to the children. Okay. അപ്പോൾ നോക്കി, ഇവിടെ അവള് മക്കളോട് പറയുകയാണ് വെള്ളത്തിലേക്ക്, റിവറിലേക്ക് ചാടരുത് എന്ന് പറയും. ചാടരുത്. അപ്പൊ ആവശ്യപ്പെടുകയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആസ്ക്ഡ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇത് പറയാം, ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ, കുട്ടികളോട് പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കി, ഡോണ്ട് എന്ന് പറയുന്ന വേർഡാണ് വന്നത്, ഡോണ്ട്. അപ്പൊ ഈ ഡോണ്ട് എന്ന് പറയുന്ന വേർഡ് വന്ന് തുടക്കത്തിലുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു എന്ന് മാറ്റണം. എന്താണ്? NOT, നോട്ട് ടു എന്ന് മാറ്റണം. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? ദറ്റ് ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ നോട്ട് ടു, ബാക്കി നിങ്ങൾ എഴുതിക്കും. ഓക്കെ ശ്രീജ, കറക്റ്റ് ആണ്. നോട്ട് ടു ജമ്പ് ഇൻടു ദ റിവർ. യെസ്, നോട്ട് ടു ജമ്പ് ഇൻടു ദ റിവർ. ഓക്കെ നിമിഷ. Not to jump into the river. Okay. അപ്പൊ ഡോണ്ട് ഉണ്ടെങ്കിൽ നോട്ട് ടു എന്ന് മാറ്റി എഴുതിയേക്ക. പിന്നെ ഈ ഡോണ്ട് എന്നുള്ളത് നടുക്കാണെങ്കിൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാല് അത് ഈ നിയമം നോട്ട് ടു അല്ലട്ട, ഡിറ്റ് നോട്ടാണ്. ഓക്കെ, ഇതിപ്പോ ഡോണ്ട്, ഒരു കാര്യം ചെയ്യരുത്, അത് ആരും ആവശ്യപ്പെടലല്ലേ. അങ്ങനെ ഇമ്പരേറ്റീവ് മോഡലുള്ള വാചകങ്ങൾക്കാണ് നമ്മൾ ടു എന്ന് ചേർത്ത് പറയുന്നത്. ഡോണ്ട് ആണെങ്കിൽ നോട്ട് ടു എന്ന് ചേർത്ത്. ഇനി അടുത്ത വാചകം ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. ഹാങ് ഹിം, HANG, ഹാങ് ഹിം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ഹാങ് ഹിം. സെഡ് ദ കിങ്, സെഡ് ദ കിങ്. ഓക്കെ, അപ്പോൾ നോക്കി, രാജാവാണ് പറയുന്നത്, ഹാങ് ഹിം, തൂക്കിക്കൊല്ലു അവനെ, അല്ലെ? അപ്പൊ രാജാവ് പറയുമ്പോൾ എന്താണ്? അതൊരു ഓർഡറുടെയാണ്. അപ്പൊ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കും, കിങ് ഓർഡേർഡ്. ഓക്കെ, ബാക്കി ഉപയോഗിച്ചു. ഓക്കെ ശ്രീജ. ഓക്കെ ലിൻഷ. അപ്പൊ ലിൻഷ, ഈ ഹാങ് എന്ന് പറഞ്ഞ് തൂക്കിക്കൊല്ലോ, അതിന്റെ പാസൻസ് എന്താണ്? ഇത് ഈ കഥയിലുള്ള സംഭവം അല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. ഹാങ് എന്നുള്ള പാസൻസ് V2 ഫോം ആണോ സർ? V2 ആണോ? V2 and V3. ഹങ്, ഹങ്ങഡ്, രണ്ട് പാസൻസ് ഉണ്ട് കേട്ടോ, അത് ഓർത്തിരിക്കണം. ശ്രീജ പറഞ്ഞ പാസൻസ് കറക്റ്റ് ആണ്. പക്ഷേ
ഹാങ് എന്ന് പറയുന്ന വേർഡ് തൂക്കി കൊല്ലുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹാങ്ഡ് ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാങ്ഡ് ആണ് HANGED. നേരെ മറിച്ച് ഹാങ് എന്ന് പറയുന്ന വാക്ക് തൂക്കിയെടുക്കുക, ഒരു കാലണ്ടർ തൂക്കിയിടുക, അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ പാസ്റ്റ് ഹങ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹങ്. അത് പലപ്പോഴും ഹാങ് രണ്ടിടത്ത് ലൈ എന്നുള്ളതിന് വരൂലേ, നുണ പറയുന്നതിന്, കിടക്കുന്നതിന്, അതുപോലെ ഇതിന് വ്യത്യാസമുണ്ട്. ഇതൊരു ഓർഡറിൽ വരുന്നുണ്ട് ഒരു വാക്ക്, അതായത് ഒരു ജഡ്ജിന്റെ ഓർഡറായിരുന്നു. ഞാൻ പറയാം, ആ ഓർഡറിൽ, ആ സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെയായിരുന്നു: ഹാങ് ഹിം, കോമ, നോട്ട് റിലീസ് എന്നാണ്. ഹാങ് ഹിം കൊല്ലുക, അവിടെ തൂക്കി കൊല്ലുക. നോട്ട് റിലീസ് വെറുതെ വിടരുത്. പക്ഷെ ഈ ടൈപ്പിസ്റ്റ് അടിച്ചു വന്നപ്പോ ആ കോമ അവിടെ നിന്ന് മാറി തൊട്ട് അപ്പുറത്തേക്ക്. ഹാങ് ഹിം കഴിഞ്ഞിട്ടാണ് കോമ ഉണ്ടായിരുന്നത്, അത് ആ നോട്ട് കഴിഞ്ഞിട്ടായി. അപ്പൊ എന്തായി, അർത്ഥം മൊത്തം മാറി. ഹാങ് ഹിം നോട്ട്, തൂക്കി കൊല്ലരുത്, റിലീസ് വെറുതെ വിടുക എന്നായി. ഒരു കോമ അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ അത് വ്യത്യാസം കണ്ട. നമ്മൾ ഈ കുത്തു കോമയ്ക്ക് എനിക്ക് മുന്നിലധികമായിരിക്കും. ഹാങ് ഹിം കോമ നോട്ട് റിലീസ് എന്ന് പറഞ്ഞാലും, ഹാങ് ഹിം നോട്ട് കോമ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടാണ്. ഒരു കോമ മാറി കഴിയുമ്പോൾ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, ഹാങ് എന്ന് പറയുന്ന വേർഡിന്റെ രണ്ട് പാസ്റ്റൻസും രണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അത് നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ഐ ഹാങ് ദ കലണ്ടർ എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാങ് ദ കലണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ശരി, ഓക്കെ. അത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു പോയത് മാത്രം. യെസ്, ഓക്കെ. ഇനി വേറെ ഒന്നും പറയാണ്. ഇവിടെ കോമന്റ് ആരംഭിക്കാം. പ്ലീസ് do not punish, PUNISH, do not punish the boy. Please do not punish the boy. ഇനി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുക. I said it to, SAID, I said it to the teacher, TEACHER, I said it to the teacher. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, ദയവായി കുട്ടിയെ എന്ത് ചെയ്യരുത്, ശിക്ഷിക്കരുത്. I said it to teacher, ഞാൻ ടീച്ചറോട് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്തൊരു പ്ലീസ് ഇടപെട്ടു. പ്ലീസ് കിടപ്പിട്ടേക്ക് നമുക്കറിയാം കുറച്ച് മര്യാദയോടുകൂടി ഭവ്യതയോടുകൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തറിയാം, ഐ റിക്വസ്റ്റഡ് അല്ലെ. അപ്പൊ ആ പ്ലീസ് സംഗതി മാറി കിട്ടി. റിക്വസ്റ്റ് വരുമ്പോ പ്ലീസ് പറഞ്ഞിട്ട് കൊടുക്കുക. ഐ റിക്വസ്റ്റഡ് ദ ടീച്ചർ. ഓക്കെ, നിങ്ങളി ശ്രീജ കയ്യിൽ പോയിട്ടുണ്ട്. Do not means don't punish. അത് ആ രീതിയിൽ ശ്രദ്ധിക്കും. ഓക്കെ ആർഷ വന്ന. യെസ്, ഓക്കെ ലനിഷ, കറക്റ്റ്. ശ്രീജ ഇത് കറക്റ്റ് ആവും. അപ്പൊ ആ സെന്റൻസ് ഓക്കെ ജയലക്ഷ്മി, ശ്രീജ ഇത് കറക്റ്റ് ആവും. അപ്പൊ സെന്റൻസ് ചെറിയ മാറ്റം വരാം. എങ്ങനെ പറ്റുന്ന അറിയാമോ? ഐ സെഡ് ടു ദ ടീച്ചർ യു ഡു നോട്ട് പണിഷ് ദ ബോയ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ശ്രീജ പറഞ്ഞ് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാം. പക്ഷെ സെന്റൻസ് എങ്ങനെയാണ്? പ്ലീസ് ഡോണ്ട് പണിഷ് ദ ബോയ്. ആ ഡോണ്ട് എന്നുള്ളതാണ് ഡു നോട്ട് ഇതാക്കിയത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ പറയേണ്ട സമയം ആവുന്നുള്ളൂ അല്ലേ? യെസ്,
ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റ് വേറെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വാക്കുകൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു. സ്റ്റോപ്പ് റണ്ണിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിനോടൊപ്പം തന്നെ നിശബ്ദമായിട്ടിരിക്കുക, മര്യാദ പാലിക്കുക, സുഹൃത്തുക്കളോട് മര്യാദയായിട്ട് പെരുമാറുക, അങ്ങനെയുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളത് കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള ഒന്നുകൊണ്ട് വാചകങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ മലയാളത്തിൽ പറയാം, സിറ്റുവേഷൻ പറയാം, നിങ്ങൾ അതിന്റെ പറഞ്ഞിട്ട് മതി. യെസ്, ഇപ്പോ ആരുടെയെങ്കിലും മുഖത്ത് എന്തെങ്കിലും ഒരു സംഗതി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ സങ്കടം വന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കാതിരിക്കണം. മുഖത്തിരിക്കുന്നതാകട്ടെ നിങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്. ആശ്വസിപ്പിച്ചു കഴിഞ്ഞ ശേഷം പറയുകയാണ്, മുഖം ഒന്ന് തുടയ്ക്കും, മുഖം ഒന്ന് തുടയ്ക്കും. യെസ്, ഇംഗ്ലീഷ് പറഞ്ഞു. വൈപ്പ് യുവർ ഫേസ്. വൈപ്പ് യുവർ ഫേസ് ഇസ് എ വെരി ഗുഡ് ആൻസർ. ഓക്കെ, വൈപ്പ് എന്ന് പറയുന്ന സംഗതി അറിയണ്ട, കാറിന്റെ വാഹനങ്ങളുടെയൊക്കെ മുന്നിൽ മഴ വന്ന് കഴിയുമ്പോഴുന്ന ഒരു സംഗതിയാണ് വൈപ്പ്. യെസ്, അപ്പൊ അത് നമുക്ക് വൈപ്പുണ്ട് എന്ന് പറയുന്നത്. ആ വൈപ്പ് തുടച്ചത്, മഴവെള്ളം തുടച്ചുള്ളത്, അപ്പൊ അത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ശരിയാണ്, വൈപ്പ് യുവർ ഫേസ്, വൈപ്പ് എന്നാണ്. ഇനി ആ തുടയ്ക്കുന്ന സ്ഥലം നമുക്ക് പറയാൻ മാറ്റാം. മൂക്കൊന്ന് തുടക്കാനാണെങ്കിൽ വൈപ്പ് യുവർ നോസ് അല്ല, ആ സ്ഥലം അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും കൃത്യമായിട്ട് പറയാം. വൈപ്പ് യുവർ ഫേസ് ഇസ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പൊ മുഖമൊക്കെ തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ കുട്ടിയോട് പറയണേ, കരയരുത്. ഡോണ്ട് ക്രൈ. ഡോണ്ട് ക്രൈ ഇസ് എ കറക്റ്റ് ആൻസർ. ലെൻഷർ, ഡോണ്ട് ക്രൈ, കരയരുത്. അത് നമുക്ക് പൊതുവായിട്ട് അറിയാവുന്ന സംഗതിയാണ്. ഡോണ്ട് ക്രൈ, മറ്റ് ആരും പറഞ്ഞില്ല എങ്കിലും അവരുടെ മനസ്സിലുണ്ടാവുമെന്ന് അറിയാം. ഡോണ്ട് ക്രൈ. ഓക്കെ, അങ്ങനെ അവരെയൊക്കെ ആശ്വസിപ്പിച്ചു. നിങ്ങളും കുട്ടിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് നടന്നു വരികയാണ്. അപ്പോഴാണ് നിങ്ങളുടെ പഴയ ഒരു സുഹൃത്തിനെ കണ്ടത്. കുറച്ചു നേരം അതിനോട് വർത്തമാനം പറഞ്ഞു. പോകാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ മകളോട് പറയാണ്, ആന്റിയോട് ഒരു ഹായ് പറയൂ. യെസ്, സേ ഹായ് ടു ആന്റി. അപ്പൊ നമുക്ക് അതങ്ങനെ മാറ്റിയാൽ മതി. ആന്റി എന്നുള്ളത് അങ്കിളാക്കാം, ഗ്രാൻഡ് പേ ആക്കാം, ഗ്രാൻഡ് മേ ആക്കാം. ആ വാക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, കറക്റ്റ് ആൻസർ ഹർഷ. സേ ഹായ് ടു ആന്റി. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മകനെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ അവനത് ചെയ്തിട്ടില്ല. അപ്പൊ അവനോട് ഒരു ദേഷ്യമൊക്കെ വന്ന് എങ്കിലും ഒരു നിർദ്ദേശം പോലെ അവനോട് പറയുകയാണ്, മടിയനാകരുത്. Don't be so lazy. സോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഡോണ്ട് ബി ലേസി. ഡോണ്ട് ബി ലേസി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്രകാരം മടിയനാവണ്ട. ഓക്കെ, ഡോണ്ട് ബി ലേസി. ഹർഷം, ഡോണ്ട് ബി ലേസി. അപ്പൊ അവൻ എന്ത് ചെയ്തു? അമ്മയുടെ ഉപദേശമല്ലേ, ആ ഉപദേശം പരിഗണിച്ചിട്ട് അവനത് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പൊ നിങ്ങൾക്കും സന്തോഷമായി. എങ്കിലും അരികത്ത് ചെന്നിട്ട് അവനോട് പറയുകയാണ്, വേഗം ചെയ്യൂ, വേഗം ചെയ്യൂ. Make it fast. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഹർഷം എന്താ പറഞ്ഞത്? ഞാൻ make it fast ആ പറഞ്ഞത് സർ. ഡു ഫാസ്റ്റ്. ഡു ഫാസ്റ്റ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ഫാസ്റ്റ് എന്ന് പറയുന്നത് പോലെ വേറെ വാക്കുകൾ ഉപയോഗിക്കാം. ക്വിക്കലി എന്ന് ഉപയോഗിക്കാം. ഡു ഇറ്റ് ക്വിക്കലി. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ അവനത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ ചെയ്യുന്നതിന്റെ സ്പീഡ് ചിലപ്പോൾ പോകും, കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ട് അതും കൂടി അവരോടൊന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടുന്ന് പോകുന്നത്. ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ്. ഓക്കെ, ഡോണ്ട് മേക്ക് നോയ്സ്. ആശയം തന്നെ പറയാൻ വന്നത് തോന്നുന്നു. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഡോണ്ട് മേക്ക് നോയ്സ്, ശബ്ദം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവന്റെ Keep it slow എന്ന് വെച്ചോട്ടെ സർ. Keep it slow അല്ലെങ്കിൽ
Don't keep it too noisy. ഓക്കെ. അപ്പൊ ഇത് വലിയ വാചകമായി പോകും. എളുപ്പത്തിൽ പറഞ്ഞത് മാത്രമേ സംസാരിക്കുമ്പോൾ. ഓക്കെ Okay, sir. ഓക്കെ ഓക്കെ. ശബ്ദം ഉണ്ടാക്കുന്നത് ഡോണ്ട് മേക്ക് നോയ്സ്. ഓക്കെ. സ്ലോലി എന്ന് പറയുമ്പോൾ വേറെ അർത്ഥവും വരും, സാവകാശം. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ അവരോട് പറഞ്ഞു ഓക്കെ നീ ചെയ്തോ, നമ്മൾ അടുക്കളയോട് പോവുകയാണ്. പോകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ അവന്റെ മുഖത്തേക്ക് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തോന്നല്, അവന് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവന്റെ അടുത്തേക്ക് വന്നു. വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ? Are you hungry? ആർ യു ഹംഗ്രി? ഡു യു ഹംഗ്രി എന്ന് ചോദിക്കാനുണ്ട്. ആർ യു ഹംഗ്രി? അതാണ് കറക്റ്റ്. ആർ യു ഹംഗ്രി? ഓക്കെ. അപ്പൊ അവനെന്ത് ചെയ്തു? തലയിട്ടാട്ടി. അപ്പൊ അവനുള്ള ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോ ഒരു കാര്യം കൂടി ചോദിച്ചു, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? Are you thirsty? ആർ യു thirsty? THIRST. ആർ യു thirsty? കേട്ടോ, thirsty എന്ന് പറയാം. ഓക്കെ. ആർ യു thirsty? വെരി ഗുഡ് ലിൻഷ. അപ്പൊ ആർ യു ഹംഗ്രി? ആർ യു thirsty? യെസ്, വെരി വെരി ഗുഡ്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു യോഗ ക്ലാസ്സിൽ പോവുകയാണ്. അപ്പൊ അവിടെ യോഗ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് നിങ്ങൾ പറയുകയാണ്, കണ്ണുകൾ അടക്കുക, 5 വരെ എഴുതുക. Close your eyes and count up to കൗണ്ട് ബാക്കി പറഞ്ഞില്ല. Count to 5. കൗണ്ട് ടു 5. ഓക്കെ. ലിൻഷ എന്താണ് ഉദ്ദേശിച്ചത്? ക്ലോസ് യുവർ ഐസ് കറക്റ്റ് ആണ്. കൗണ്ട് ടു വരുമ്പോഴേ, ഫ്രം ടു വരുമ്പോഴാണ്. വരെ ടിൽ മതി. കൗണ്ട് ടിൽ 5 കേട്ടോ. ടിൽ വരെ, എന്ത് വരെ? 5 വരെ ഉണ്ട്. നമുക്ക് മറ്റൊരാളെ പറയാം, കൗണ്ട് 1 to 5. അപ്പൊ ഫ്രം കൊടുത്തിട്ടില്ല. അപ്പൊ 2 വരുമ്പോ ടില്ലുള്ളൂ, ഒരു വാക്കില്ലുള്ളൂ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ പഠിക്കാൻ പോകുന്ന കുട്ടികളില് ഒരു കുട്ടിയുടെ അപ് ടു. ഓക്കെ ഓക്കെ, വരെ ശരിയാണ്. യെസ്. പഠിക്കാൻ പോകുന്ന കുട്ടികളില് ഒരു കുട്ടിയുടെ കുസൃതി കണ്ടു കഴിഞ്ഞപ്പോ അവനോട് അല്ലെങ്കിൽ അവളോട് പറയാണ്, അവിടെ പോയി ഇരിക്കുക. Go and go sit there there. and sit. ഗോ ദെയർ ആൻഡ് സിറ്റ്. എന്താ പറയാ? Go and sit. Go and sit there. ആ ദയർ ലിൻഷ ലാസ്റ്റ് പറഞ്ഞതാണ്, പറയുമ്പോഴാണ് കുറച്ചുകൂടി പേര്. ഗോ ആൻഡ് സിറ്റ്. ഓ, അവിടെ പോയിരിക്കുക. അപ്പൊ കറക്റ്റ് മലയാളം വെച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഗോ ദയർ, അവിടെ പോ ആൻഡ് ഇരിക്കുന്നത്. അപ്പൊ ആ ദയർ അവിടെ നിന്ന് മാറ്റിയിട്ട് ലാസ്റ്റ് പറയുമ്പോൾ കുറച്ചുകൂടി കേൾക്കാൻ ഒരു പേടിയുണ്ട്. ഗോ ആൻഡ് സിറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ അത് നിങ്ങൾ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് അവന് ചെറിയൊരു പണി കൊടുത്തു. ആ പണി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവനോട് പറയുന്നത്, നിന്റെ ജോലി പൂർത്തിയാക്കുക, നിന്റെ ജോലി പൂർത്തിയാക്കുക. Complete your task. Finish your Complete your work. കംപ്ലീറ്റ് യുവർ വർക്ക്, കംപ്ലീറ്റ് യുവർ ടാസ്ക്. ഓക്കെ. you finish your job. ഫിനിഷ് യുവർ ജോബ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണ്, എല്ലാം ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ എളുപ്പമെന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. അപ്പോ എന്നിട്ടും നമ്മൾ നേരത്തെ കണ്ട കുട്ടികളൊക്കെ ഇത് കഴിഞ്ഞു, നമ്മുടെ യോഗ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇവൻ കിടന്ന് ഒച്ചയുണ്ടാക്കുമ്പോ അവരോട് പറയണം, നിന്റെ ഊഴം വരെ കാത്തിരിക്കുക, നിന്റെ ഊഴത്തിനായി കാത്തിരിക്കുക. യെസ്. Wait until it's your turn. വെയിറ്റ് അണ്ടിൽ യുവർ ടേൺ. ഓക്കെ. ഇനി അടുത്തത് വേറെ ആർക്കെങ്കിലും കുറച്ചുകൂടി, ഇത് തെറ്റല്ല, കുറച്ചുകൂടി ചുരുക്കി പറയാം. ഷോർട്ട് ബട്ട് സ്വീറ്റ്. നമ്മളൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് നേരിട്ടില്ല പറയണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്നുകൂടെ ചെയ്താക്കാൻ പറ്റും. നോക്കിയാ പക്ഷേ അണ്ടിലെടുത്താൽ കളഞ്ഞു. അതിനൊന്ന് പറഞ്ഞേക്ക്. Wait for your turn. പോകുന്ന പറയാം. Wait your turn. Wait. അത്ര മതി. ഓക്കെ. വെയിറ്റ് ഫോർ വേണമെന്നില്ല. വെയിറ്റ് യുവർ ടേൺ. നിന്റെ ഊഴത്തിനായിട്ട് കാത്തു നിൽക്കുക. കണ്ടാ, നമ്മൾ പറയുന്ന അയാളോടല്ലേ.
അപ്പൊ പിന്നെ നിന്റെ ഊഴത്തിന് വേണ്ടി എന്ന് പറയുന്നത് വെയിറ്റ് യുവർ ടേൺ. ആ ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൗൺ ആയിട്ട് ഉപയോഗിക്കും. വെയിറ്റ് യുവർ ടേൺ. വെയിറ്റ് ആണ് വെർബായിട്ട് വരുന്നത്. ഓക്കെ 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 യെസ്. അപ്പോ ഒരു ഉപദേശ രൂപേണ യോഗ ഒക്കെ ചെയ്യുന്ന കുട്ടികളോട് നിങ്ങൾ പറയാണ്, അല്ലെങ്കിൽ ആ കുട്ടിയോട് കുസൃതി കാണിച്ച കുട്ടിയോട് പറയാണ്, ഐസ്ക്രീം കഴിക്കരുത്. Don't eat ice cream. കറക്റ്റ്. ഡോണ്ട് ഈറ്റ് ഐസ്ക്രീം. നമുക്ക് ആ വാക്ക് അങ്ങനെ മാറ്റിയാൽ മതി. ഇനി വേറൊരു സ്ഥലത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ നമുക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വാക്ക് നമുക്ക് ഉപയോഗിക്കാം. യെസ്. അടുത്തൊരു വാചകമാണ് പല സ്ഥലത്തും കാണാറുണ്ടാവുന്നത്. നിങ്ങൾ നേരത്തെ നമ്മളിവിടെ പറയാണ്, അവരോട് പറയാണ്, അത് തുടരുത്. Don't touch. Don't touch. യെസ്, വെരി ഗുഡ്. ഡോണ്ട് ടച്ച്. കറക്റ്റ് ആണ് കേട്ടോ. ഡോണ്ട് ടച്ച്. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് കുറച്ചുകൂടി വാക്കുകൾ തന്നെ പറഞ്ഞു പോയതാണ്. വെരി ഗുഡ്. യുവർ ആൻസർ വാസ് വെരി റൈറ്റ് ആൻഡ് വെരി കറക്റ്റ്. ഓക്കെ. ഇനി ഞാൻ ഒന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിനും കൂടി നിങ്ങൾ പറയാൻ നോക്കുക. All answers that should start with the letter T. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ടി എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങൾ. ടി എന്ന് പറയുന്ന ലെറ്റർ ടി. ഓക്കെ. ടി. ട്രെയിൻ അല്ലെങ്കിൽ ട്രാവൽ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ടി. യെസ്. ഓക്കെ 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 ഓക്കെ. ചോദ്യം ഇതാണ്. Parallel lines on which train runs fast. Trail. Parallel lines. LINES. ചോദ്യത്തിന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ പക്ഷെ parallel lines on which Track. train. ഓക്കെ നിമിഷം. ട്രാക്ക് ആണ്. പാരലൽ ലൈൻ തന്നെ പറഞ്ഞത്. ട്രെയിൻ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ഹർഷ. പാരലായിട്ട് പോകുന്ന ലൈൻ അത് ഏതാണത്? ട്രാക്ക് ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിമിഷ യുവർ ആൻസർ ഈസ് കറക്റ്റ് കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. എക്സ്ചേഞ്ച് ഓഫ് Transport. ട്രാൻസ്പോർട്ട്. ലിനി എന്താ പറഞ്ഞത്? ട്രേഡ്. ട്രേഡ്. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. ബാർട്ടർ ഇക്കോണമി പോലെ സംഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നതാണ് ഒരു കച്ചവടമാണ് അല്ലെ. അപ്പൊ ടി എന്ന് പറയുന്ന അർത്ഥത്തിൽ ആർഷ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ലിനിക്ക് കൊടുക്കാം. ഓക്കെ. ലിനിയാണ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ ആൻസറിലോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാം. മറ്റേ ആർഷത്തിന് തെറ്റാണെന്നല്ല. ഓക്കെ. യെസ്. Very good. Next. Another word for windpipe. WIND. Trachea. ഓർമ്മ പറഞ്ഞേ. Trachea. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. എങ്ങനെ അറിയാമായിരുന്നു നിമിഷത്തത്? സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട്. യെസ് 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 യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A terrible that causes, CAUSES, causes sadness. A terrible that causes sadness. Tragedy. Tragedy is a correct answer. Very good, Harsha. Tragedy is a correct answer. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖം വരുത്തുന്ന സംഗതികൾ നമ്മളത് പറയാം ട്രാജഡി എന്ന് പറയാം. ട്രാജഡിയുടെ ഓപ്പോസിറ്റ് പാരഡി. പാരഡി ഇല്ല, വേറൊരു വാക്കുണ്ട്, കോമഡി കേട്ടാ. പാരഡി ഇല്ല, കോമഡി. അത് നമ്മുടെ ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. ഷേക്സ്പിയറിന്റെ നാടകങ്ങള് ദുരന്തത്തിൽ അവസാനിക്കുന്ന നാടകങ്ങളുണ്ട്, ദുരന്തത്തിൽ അവസാനിക്കുക. അപ്പൊ ട്രാജഡി ആൻഡ് കോമഡി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് ശുഭം എന്ന് എഴുതി കാണിക്കുകയാണെങ്കിൽ അത് കോമഡിയിൽ അവസാനിച്ചെന്ന് വിചാരിക്കുക. നായകൻ മരിക്കുകയാണെങ്കിൽ, നായിക മരിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ട്രാജഡിയാണ്. യെസ്. ഓക്കെ. അപ്പൊ ടെറിബിൾ ദാറ്റ് കോസസ് സാഡ്നസ്, ദുഃഖം കൊണ്ടുവരുന്നത്.
Yes. Next. Walking. W-A-L-K-H. Walking with heavy steps. Walking with heavy steps. Crushing. C-R-U-S-H-I-N-G. Crushing everything on ground. Crushing everything on ground. Walking with the heavy steps. Crushing everything on ground. Trekking ആണോ? ട്രക്കിംഗ് അല്ല. വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരാം. ട്രക്കിംഗ് വേറെയാണ്. യെസ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ക്രഷ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ചവിട്ടി അരയ്ക്കുക എന്നൊക്കെയാണ്. എവരിത്തിങ് ഓൺ ഗ്രൗണ്ട്. യെസ്. ട്രിപ്പിംഗ്. ഒന്നുകൂടി പറഞ്ഞ. ട്രിപ്പിംഗ്. ആ, TRANPED. ഓക്കെ, അത് പറയാം. അല്ലെങ്കിൽ ട്രാക്ക്, TRANP, ട്രാക്ക് എന്ന് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞാൻ ശ്രീജയ്ക്ക് തരികയാണ്. ശ്രീജ, പിന്നെ നമ്മള് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പര്യടനമാണ്, ഒരു യാത്രനെ പറയുന്ന പേരാണ് ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ചെറിയ വഴിയിലൂടെ വഴി വെട്ടി അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ട്രക്കിംഗ് ഉദ്ദേശിക്കുന്നത്. യെസ്, ഓക്കെ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ. Repeat the question. A temporary mental condition in which someone is not in the control of themselves. Someone is not in the control of themselves. A temporary mental condition in which someone is not in the control of themselves. Tension. അവിടെ നിൽക്കട്ടെ ജയലക്ഷ്മി. ആരും വന്നില്ലെങ്കിൽ കറക്റ്റ് ആൻസറുമായിട്ട് ആരും വന്നില്ലെങ്കിൽ നമുക്ക് പരിഹരിക്കാം. ട്രാൻസ് ആണോ? കറക്റ്റ് വേർഡ്, കറക്റ്റ് ആണ്. വെരി ഗുഡ് ഹർഷ, വെരി ഗുഡ്. ട്രാൻസ് ആണ്, TRANC. അതായത് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്ന കുറച്ച് സമയം മെന്റലി ആയിട്ട് വരുന്ന ആ വിഷയം. ഓക്കെ 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 ഓക്കെ. യെസ്, അത് കറക്റ്റ് ആണ്. ഈ പിടികിട്ടാത്ത സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ടഫായിട്ടുള്ള സാധനങ്ങളൊക്കെ CJ മാർഷും കറക്റ്റ് ആയിട്ട് ഒന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ് ഈസ് എ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. വെരി ഗുഡ്, വെരി ഗുഡ്. Next is a place where a king stores, stores his wealth. A place where the king stores his wealth. WEALTH. ട്രഷറി. Treasury is the correct answer. Treasure എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? നിധി എന്നാണ്. അപ്പൊ നിധി സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പൊ നമുക്ക് എന്താ പറയാം? ട്രഷറി. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു പ്ലീസ് സേ അനദർ വേർഡ് ഫോർ what I am going to say. Slight, SLIGHT. Slight shaking or rumbling, RUMBLANG. Slight shaking or rumbling. Slight Tremor. കറക്റ്റ് ആൻസർ. ഇതൊക്കെ അവിടെ നോക്കിക്കൊണ്ട് വല്ല ശരിയാ. ഞാൻ ആരും പറയൂല കിസ് മാസ്റ്റർക്ക് പോയിന്റ് കിട്ടുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. എവിടെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ വാക്കുകളൊക്കെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ട്രമർ. യെസ്,
TREMOR കേട്ടോ. Slight shaking or rumbling. Yes. Next, that is very easy question. A three-legged, LEGGED, three-legged object which support a camera or a telescope. ട്രൈപോഡ്. Tripod. Tripod. Okay, അപ്പോ രണ്ടുപേരും പറഞ്ഞ ഉത്തരം ശരിയാണ്. ആദ്യം ആർഷയുടെ ശബ്ദം വന്നതുകൊണ്ട് നമുക്ക് ആർഷയ്ക്ക് കൊടുക്കുകയാണ്. എഴുതി കാണിക്കുകയാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, എഴുതാനെടുത്ത സമയത്തിന് നമുക്ക് കൊടുക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആർഷയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. വെരി ഗുഡ്. ത്രീ ലെഗഡ് അതൊന്നും അറിയാവുന്നതാണ്. ഒബ്ജക്റ്റ് വിച്ച് സപ്പോർട്ട് ക്യാമറ ഓർ ടെലസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ മൂന്ന് കാലുള്ള സംഗതി, അതിനെയാണ് നമ്മൾ പറയുന്നത് ട്രൈപോഡ്. അടുത്തത് മാത്തമാറ്റീഷ്യന്മാർക്ക് പെട്ടെന്ന് പറയാവുന്ന ചോദ്യമാണ്. എ ജോമെട്രിക്കൽ ഷേപ്പ്. Triangle. Trigonometry. യെസ്, ശ്രീജയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ട്രയാങ്കിൾ. ഓക്കെ, വെരി ഗുഡ്. ശ്രീജയുടെ സബ്ജക്ട് ഏതാണ്? Humanities, sir. ഹ്യൂമാനിറ്റീസ് ആണ്. യെസ്, ഹ്യൂമാനിറ്റീസ് ഉള്ള ആള് മാത്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര വെരി ഗുഡ്. Geometrical shape. Very good. And that is called triangle. Trigonum. Yes, very good. I am coming to the last question. Very easy question. Something on wheels. WHWLS. Something on wheels which is used to move things. Something which is on wheels, which is used to move things. Trolley. Is the correct answer. Trolley. ഞാൻ ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ മാർജിൻ ഫ്രീ ഷോപ്പിൽ സംഗതി കാണാം എന്ന് പറയാനായിട്ട് വരികയായിരുന്നു. അപ്പൊ മാർജിൻ ഫ്രീ ഷോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ മാർജിൻ ഫ്രീ ഷോപ്പിലേക്ക് വേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു. അപ്പൊ ഓക്കെ, പതിവ് പോലെ ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഒരു ചോദ്യം പോലും പുറത്തു പോയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്ക് പറയാനായിട്ട് സാധിച്ചു. യെസ്, അപ്പോ ആദ്യം ഉത്തരം പറഞ്ഞതുണ്ട്, രണ്ടാമതും കുറയില്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞവരുണ്ട്. അപ്പൊ മാർക്കില് കാര്യമാക്കണ്ട. എന്നിരുന്നാലും ഞാൻ വെറുതെ എന്താ പറയാ, ഒരു ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്നത്, കലയ്ക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ പോലെ മാർക്കിന് വേണ്ടി മാത്രം എന്ന് പറയുകയാണ്. ലിനിഷക്കും ലിനിക്കും 2 പോയിന്റുകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രീജക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആർഷക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായിട്ടുള്ള ആശംസകൾ പറയുക. ഓക്കെ. യുവർ പെർഫോമൻസ് വാസ് വെരി സൂപ്പർ. ഓക്കെ. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, പ്ലീസ് ഡു നോട്ട് പണിഷ് ദ ബോയ്, ഐ സെൻഡ് ഇറ്റ് ടു ദ ടീച്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത വാചകം എഴുതുക. Don't go near the cages. CAGES, the cages. Don't go near the cages. അത് ഇൻവെർട്ടഡ് കോമഡാകത്തില്ല, അത്രയും ഇൻവെർട്ടഡ് കോമഡാകത്തില്ല. ഓക്കെ, പിടികിട്ടുകയാണ്. ഡോണ്ട് ഗോ നിയർ ദ കേജസ്, കൂടിന്റെ അടുത്തേക്ക് പോകരുത്. ബാക്കിയതിന് ദ സൂ കീപ്പർ, ZOO, സൂ കീപ്പർ സെറ്റ്, സൂ കീപ്പർ, സൂവിലെ കീപ്പർ പറഞ്ഞു, ഡോണ്ട് ഗോ നിയർ ദ കേജസ്, കൂടിന്റെ അടുത്തേക്ക് പോകരുത്. യെസ്.
Okay, lecture. Okay, Srija. Okay, Arsha. Okay, Lini. Yes, about answer correct. Don't go near the cages. The zookeeper said. The zookeeper instructed not to go near the cages. അടുത്തത് ഇൻവിട്ട് കോമ്പിൽ ആരംഭിക്കുക. Get ready. Get ready to start. Get ready to start. ഇൻവിട്ട് കോമ്പ് ക്ലോസ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ മലയാളം കുറച്ച് വാചകങ്ങൾ പറഞ്ഞു, അവിടെയും കയറ്റാവുന്ന വാചകങ്ങൾ. ഗെറ്റ് റെഡി ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടില്ല കേട്ടോ. ഓക്കെ ഞാൻ പോരാ, അല്ലെങ്കിൽ ഗെറ്റ് റെഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഗെറ്റ് റെഡി ടു സ്റ്റാർട്ട്. റെഡി ആവുക, സ്റ്റാർട്ട്. ഗെറ്റ് റെഡി ടു സ്റ്റാർട്ട്. കോമ ബോയ്സ് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. Get ready to start, comma, boys, ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. Said the teacher. Said the teacher. Insha 2 ചേർക്കാൻ വിട്ടുപോയല്ലോ. ഓക്കെ ശ്രീജ. ഓക്കെ ആർഷ. ഓക്കെ ലക്ഷ്യ. ഓക്കെ ലിനി. കറക്റ്റ് ആണ്. ടു ഗെറ്റ് റെഡി, റെഡി ആകുവാൻ. എന്തിന് റെഡി ആകുവാൻ? ടു സ്റ്റാർട്ട്. ഓക്കെ, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവെർട്ടഡ് കോമ്മിൽ തന്നെ ആരംഭിച്ചു കൊടുക്കുക. ഡു നോട്ട് വേണ്ട, ഡോണ്ട് റൈറ്റ്, WRITE, റൈറ്റ് in the margin, MARGIN, margin. Don't write in the margin. Inverted comma close here. Mother said. MOTHER. Mother said. Okay, Linsha.
ഓക്കെ ശ്രീജ. ഓക്കെ ഹർഷ. ഓക്കെ ലിനി. കറക്റ്റ് ആൻസർ. യെസ്. അപ്പോ ഒരെണ്ണം കൂടി നമുക്ക് പറയാം. ലാസ്റ്റ് ഫൈനല് ഇൻവെർട്ടഡ് കോമയിൽ ആരംഭിക്കുക. പ്ലീസ്, PLEAC, പ്ലീസ് കം ഇൻ, കം ഇൻ, കം ഇൻ, കം ഇൻ എന്നുള്ളത്. Please come in and have please come in and have some tea. TEA, tea. ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. അതിന്റെ എഴുതുക. She said to me, SAID, she said to me. Okay, എഴുതിക്കോളൂ. പ്ലീസ് കം ഇൻ, ദയവായി അകത്തേക്ക് വരിക. ആൻഡ് ഹാവ് സം ടീ, എന്നിട്ട് കുറച്ച് ചായ കുടിക്കുക. അവൾ എന്നോട് പറഞ്ഞു. ഓക്കെ നിമിഷ, സമയം കൂടി ചേർത്താൽ മതി. അത് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഓക്കെ ഹർഷ. ഓക്കെ ലിൻഷ. യെസ്. അപ്പൊ ഓക്കെ, പിന്നെ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക്, നമുക്കിനി സമയം അവസാനിച്ചു. അപ്പൊ എന്റെ പേരിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഉപകാരപ്പെടും. അടുത്തതിൽ നമുക്ക് ഓക്കെ ശ്രീജ, കറക്റ്റ്. യെസ്. ഓക്കെ 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 ഓക്കെ. എപ്പോഴെങ്കിലും ഒക്കെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് നമുക്കത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ഏതൊക്കെ ടെൻസുകൾ എവിടെയൊക്കെ വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് ടെൻസ് വെച്ച് തന്നെ നിങ്ങൾ പറഞ്ഞു നോക്കുക. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ടെൻസിലൊന്ന് പറയാം. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ വേറെ ആരോട് പറയുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കുക. നിങ്ങളോട് പറഞ്ഞൊരു കാര്യം മൂന്നാമതൊരാളോട് നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയുന്നു നമുക്ക് മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ ടെൻസ് കറക്റ്റ് ആയി നോക്കുക. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മളൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വെച്ച് നമ്മൾ നോക്കിയേക്കുക. അങ്ങനെ പല പ്രാവശ്യം നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് പതിയും. ഓക്കെ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ള ആവശ്യം അത് കൃത്യമാവുകയും ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ പ്രകടനങ്ങളും ആശംസിക്കുകയാണ്. ഇനി നമുക്ക് ക്രിസ്തുമസ് ഒരു പ്രാവശ്യം കൂടി കാണാം. സോ we will meet in the next class next day. Okay, bye. Okay, sir. Thank you so much. Okay. Thank you, sir. Okay, Insha. Okay, Jayalakshmi. Thank you, sir. Okay, Ramya. Ramya അക്ഷരമൊന്നും കേട്ടില്ലല്ലോ. സാറേ ഇടയ്ക്ക് കേറാൻ ചിലപ്പം പറ്റാറില്ല, അന്നേരം അതുകൊണ്ട്
ഞാൻ കുറച്ച് പേരറിയാവുന്ന കുറച്ച് പേരുകളാണ് രമ്യയുടെ പേര് കൂടിയാണ്. അതാ എനിക്കറിയാം. ചിന്തിക്കണ്ടാവും താങ്ക് യു എന്ന് പറഞ്ഞ ശബ്ദമായി വിചാരിച്ചിരുന്നല്ലേ? ഇല്ലില്ല സാറേ. ഓക്കെ, താങ്ക് യു. ജീവിതത്തിലെ തിരക്കിൽ ബുദ്ധിമുട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് അതൊക്കെ എനിക്ക് മനസ്സിലാവും. വെരി ഗുഡ്. ഓക്കെ.